വലിയ പ്രതീക്ഷകളോടെ മലയാള സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനാകുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ. തുടക്കത്തിൽ 150 മുതൽ 160 കോടി ബജറ്റ് പ്രഖ്യാപിച്ച ചിത്രം പിന്നീട് 400 കോടിയിലേക്ക് മാറുകയും കുറേക്കൂടി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് വളരുകയും ചെയ്തു. ഇപ്പോഴത്തെ ചിത്രത്തിൽ മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം എത്രയാണ് എന്നുള്ള ചർച്ചകളാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത്. എക്സിലും മറ്റും വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ മോഹൻലാൽ 20 കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ബജറ്റ് 400 കോടിയിലേക്ക് എത്തിയപ്പോൾ മോഹൻലാലിന്റെ പ്രതിഫലം 100 മുതൽ 150 കോടിയാക്കി ഉയർത്തിയെന്നും ChatGPT അടക്കം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ മലയാളത്തിൽ ഏറ്റവുമധികം പ്രതിഫലം വാങ്ങുന്ന നടൻ മോഹൻലാലാണ്. കണക്കുകൾ പ്രകാരം 8 മുതൽ 17 കോടിയാണ് മോഹൻലാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത്. അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ മോഹൻലാൽ 20 കോടി രൂപ ലൂസിഫറിന് വേണ്ടി വാങ്ങിയെന്നുള്ള റിപ്പോർട്ടുകൾ സത്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരും. എന്നാൽ 100 മുതൽ 150 കോടി എന്ന കണക്ക് എവിടെ നിന്ന് വന്നു എന്നത് വ്യക്തമല്ല. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ മലയാള സിനിമയിൽ ചരിത്രമാണ് രചിച്ചത്. തുടർന്നാണ് സിനിമയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിക്കുന്നത്. ലൂസിഫറിന്റെ വിജയത്തെ തുടർന്നാണ് എമ്പുരാൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ കരുത്തുറ്റ കഥാപാത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. മോഹൻലാലിന് പുറമെ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, വിവേക് ഒബ്രോയി തുടങ്ങിയ വലിയ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ആദ്യ ചിത്രത്തിൽ തന്നെ സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് വിജയിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷയുടെ പ്രേക്ഷകർ എമ്പുരാനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.